ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ ഇസ്രാ 16 മുതൽ 20 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വദ്കുർ ഫിൽ കിതാബി മർയം വദ്കുർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ അക്ഷരവും അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് വ്യക്തമാക്കി ഉച്ചരിക്കുക. ദാല് സാക്കിനത്താണ്, സുക്കൂൻ നൽകപ്പെട്ട ദാൽ. ഇവിടെ ദാലിൻ്റെ ഒരു സിഫത്താണ് റഖാവ എന്നത്. ഷിദ്ദത്ത് പാടില്ലാത്ത അക്ഷരം ലൂസാക്കി അയവോടുകൂടി ഉച്ചരിക്കണം. വദ് വദ് എന്ന് വ്യക്തമാക്കി പറയുക. അതിൻ്റെ മഖ്റജാവട്ടെ നാവിൻ്റെ അറ്റത്തിൻ്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിൻ്റെ അറ്റവുമാണ്. വഹ്റു തറഫിൽ ലിസാൻ മഅ അത്റാഫി സനാഇൽ ഉലിയ. വദ്കുർ റാ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. റാനും അല്പം അയവുയർത്തി തവസ്സുത്ത് എന്ന സിഫത്ത് നൽകിക്കൊണ്ടാണ് ഉച്ചരിക്കുക. വദ്കുർ ഫിൽ കിതാബി മർയം. റാ വീണ്ടും വരുന്നു, തഫ്ഖീം ചെയ്ത് റായിനെ ഉച്ചരിക്കുക. അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നതും ശ്രദ്ധിക്കുക. ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ. ഇദ് ഇൻതബദത് എന്ന രണ്ട് പദം ചേർത്തുകൊണ്ടാണ് ഇദ് ഇൻതബദത് എന്ന് നാം വായിക്കുന്നത്. ഇദ് എന്ന ദാലിൻ്റെ സുക്കൂൻ, ശേഷം ഇൻതബദത് എന്നതിൽ ഉച്ചാരണത്തിൽ ആദ്യത്തിൽ വരുന്നതായ നൂനിൻ്റെ സുക്കൂൻ. ഈ രണ്ട് സുക്കൂനുകൾ അഥവാ ഇൽതിഖാഉ സാക്കിനൈൻ സംഭവിക്കുകയാണ് ഇവിടെ. രണ്ട് സുക്കൂനുകൾ തുടരെയായി വരുന്നു. ഇതിൻ്റെ പരിഹാരമായിക്കൊണ്ട് ആദ്യത്തെ സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തിൻ്റെ സുക്കൂൻ ഹറക്കത്താക്കി മാറ്റുക. തഹ്രീക്ക് എന്ന പരിഹാരം സ്വീകരിച്ചുകൊണ്ട് ഇൻതബദത് എന്നോതുന്നു. ഇൻതബദത് എന്ന് പറയുമ്പോൾ സാക്കിനത്തായ നൂനും ശേഷം താഉമാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന ഹുക്മ നൽകി മറച്ചു മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കണം. ഇദ് ഇൻതബദത് മിൻ അഹ്ലിഹാ. മിൻ എന്നതിൽ സാക്കിനത്തായ നൂൻ ശേഷം ഹംസ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ. മകാനൻ തൻവീനിന് ശേഷം സീൻ വന്ന കാരണത്താൽ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, അവ്യക്തമാക്കി മണിച്ചുച്ചരിക്കുക. മകാനൻ ശർഖിയ്യ. ഈ മണിക്കലിൽ യഥാർത്ഥത്തിൽ തർക്കീഖാണ് തൻവീനിൻ്റെ ഉച്ചാരണത്തിൽ ഉണ്ടാകുക. ശേഷം തർക്കീഖിൻ്റെ ഹർഫായ ഇസ്തിഫാലിൻ്റെ അക്ഷരമായ ഷീനാണ് എന്നതുകൊണ്ട് മകാനൻ ശർഖിയ്യ. റാഇന് തഫ്ഖീം കൊടുക്കുക. ഖാഫിന് കുറഞ്ഞ തഫ്ഖീം മക്സൂറത്തായതുകൊണ്ട് കസ്റ നൽകപ്പെട്ടതുണ്ട്. ശർഖിയ്യ. ഫത്തഖദത്. ഇവിടെ ഖാഇന് മാത്രം തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണ്. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ. മിൻ ദൂനിഹിം സാക്കിനത്തായ നൂൻ ശേഷം ദാൽ. ഇവിടെ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മിൻ ദൂനിഹിം ഹിജാബ. പദത്തിൻ്റെ അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം അതിനെ ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കുക. മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ. വീണ്ടും ഹിജാബൻ എന്ന തൻവീൻ ശേഷം ഫാ ഇഖ്ഫാ ഹഖീഖി നൽകി തൻവീനിനെ അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്. ഹിജാബൻ
ഫഅർസൽനാ റാഇന് തഫ്ഖീം കൊടുക്കുക. അർസൽന. ഈ പദത്തിലെ ലാം ഇൽഹാർ ചെയ്യപ്പെടുന്ന ലാമാണ്. ഫഅർസൽനാ ഇലൈഹ. ദീർഘാക്ഷരമായ അലിഫിനെ മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ഫഅർസൽനാ ഇലൈഹ റൂഹനാ. റൂഹനാ റാഇന് തഫ്ഖീം കൊടുക്കുക. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. ഇതിൽ ബശറൻ എന്ന റാഇന് മാത്രമാണ് തഫ്ഖീം വരുന്നത്. ബാക്കി ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. റാ അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബശറൻ എന്നതിലെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറിച്ച് മണിച്ച് ഉച്ചരിക്കണം. ബശറൻ സവിയ്യ. ഖാലത് ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. അതിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം നിലനിർത്തുക. ഖാലത് ഇന്നി അഊദു ബിർറഹ്മാൻ. ഇന്നി നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശബ്ദ നൽകപ്പെട്ട നൂൻ. അതിനെ ദീർഘിപ്പിക്കുന്ന യാഇന് മദ് മുൻഫസിൽ ജായിസ് നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം നൽകൽ അനുവദനീയമാണ്. ഇന്നി അഊദു ബിർറഹ്മാൻ. അഊദു ബിർറഹ്മാൻ. എല്ലാ അക്ഷരവും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. റാഇന് തഫ്ഖീം കൊടുക്കണം. മുശദ്ദദത ശബ്ദ നൽകപ്പെട്ട റാ ആയതുകൊണ്ട് തക്രീറിനെ സൂക്ഷിക്കണം. വഅഖ്ഫി തക്രീറൻ ഇദാ തുശദ്ദദു ഔ ഇദാ തശദ്ദദ. 2 രൂപത്തിലും പറയപ്പെടുന്നു. ഏതായാലും എന്ന് വെച്ചാൽ ശബ്ദ നൽകപ്പെടുമ്പോൾ റാഹിൻ്റെ തക്രീറിനെ നീ ഇഖ്ഫാ ചെയ്യണം, ഗോപ്യമാക്കണം. അപ്പോൾ ബിർറഹ്മാനി അവിടെ ആവർത്തിച്ച് ബിർ എന്ന് വിറപ്പിച്ചുകൊണ്ട് കുറേ റാഹ് ഉച്ചരിക്കരുത് എന്നാണ് സൂചിപ്പിച്ചത്. ബിർറഹ്മാനി മിൻക്. അവിടെ നൂനും ശേഷം കാഫും വന്നതാണ് സാക്കിനത്തായ നൂൻ. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചുകൊണ്ട് നൂനിനെ ഉച്ചരിക്കുക. വീണ്ടും ആവർത്തിക്കുന്നു. ഇൻ കുൻത സാക്കിനത്തായ നൂൻ ശേഷം കാഫ്. വീണ്ടും സാക്കിനത്തായ നൂൻ ശേഷം താ. ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. ഇൻ കുൻത തഖിയ്യ. തഖിയ്യ ഖാഫിന് കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക, കസ്റ ഉള്ളതുകൊണ്ട്. ഖാല വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്. ഇന്നമ നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇന്നമ എന്നതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. ശേഷം അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലാണ് ഹംസ വന്നത് എന്നതുകൊണ്ടാണ് മുൻഫസിലായ ദീർഘം എന്ന് ഇതിന് പറയുന്നത്. അന റസൂലു റബ്ബിക്. അന എന്നതിലെ അലിഫ് അന എന്ന് നൂനിന് ശേഷം അലിഫ് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ അലിഫ് ചേർത്ത് വായനയിൽ ഉണ്ടാവുകയില്ല. അഥവാ വഖഫ് ചെയ്യുകയാണെങ്കിൽ ആ അലിഫ് ഉച്ചരിക്കപ്പെടുന്നതാണ്. ഖാല ഇന്നമാ അന എന്ന് 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം അവിടെ വരുന്നതാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ മാത്രം. അതിൻ്റെ സൂചനയാണ് അലിഫിന് മുകളിൽ ദീർഘവൃത്താകൃതിയിലുള്ള ചിഹ്നം നൽകിയത്. ചേർത്ത് വായിക്കുമ്പോൾ ആ അലിഫ് ഉണ്ടാവുകയില്ല. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യ. റസൂൽ
റസൂലു റായിന് തഫ്ഖീം കൊടുക്കുക. വീണ്ടും റബ്ബിക്ക് റായിന് തഫ്ഖീം കൊടുക്കുക. ലി അഹബലക്കി ഹംസകളെ ഒക്കെയും വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇവിടെയും ലി അഹബ, അവിടെ ലി അഹബ എന്ന് യാ പോലെ ഉച്ചരിച്ചു പോവരുത്, സൂക്ഷിക്കണം. ലി അഹബലക്കി ഗുലാമൻ സകിയ, തൻവീൻ ശേഷം സായ് ഇഖ്ഫ ഹഖീഖി നൽകി തൻവീനിനെ മറച്ചു കണിച്ചു ഉച്ചരിക്കണം. ഗുലാമൻ സകിയ, മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. ഗുലാമൻ എന്ന പദത്തിൽ ഗൈൻ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഹിൻ്റെ ഹർഫാണ്. ഗുലാമൻ സകിയ. ഖാലത്ത്, വീണ്ടും ഖാഫും ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുച്ചരിക്കുക. അന്ന, നൂൻ മുശദ്ദദ മണിക്കണം. അന്ന യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി, ഗൈൻ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. ഗുലാമുൻ, തൻവീൻ ശേഷം വാവ് ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി. ഗുലാമുൻ വലം യംസസ്നി, വലം അങ്ങനെ ഓതുക. വലം യംസസ്നി, ഇവിടെ രണ്ട് സാക്കിനത്തായ മീമുകൾ ആവർത്തിക്കുന്നു, രണ്ടും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. വലം യംസസ്നി വലം യംസസ്നി ബശറുൻ വലം, തൻവീനും ശേഷം വാവും ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി ലയിപ്പിച്ച് മണിക്കുക. വാവിലേക്ക് തൻവീനിൻ്റെ ശബ്ദം ലയിപ്പിച്ചുകൊണ്ട് മണിച്ചുച്ചരിക്കുക. വലം അകു ബഗിയ, വലം അകു ബഗിയ. ബഗിയ എന്ന് പറയുമ്പോൾ ഗൈന് തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിഅലാഹിൻ്റെ ഹർഫാണ്. എന്നാൽ കസ്റ ഉള്ളതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. വലം അകു ബഗിയ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا